മഹാഗുരുശരണം കാന്താര സിനിമയിലെ ഒരു സംഭാഷണം കേൾപ്പിക്കാം. ಕೇಳುವಂತ ಪ್ರಶ್ನೆ ಆದ್ರೂ ಉಳಿದಿದೆಯಾ ಗೊತ್ತಿನಾರೆ ಪಂಜುರ್ಲಿ ಸದ್ಯಕ್ಕೆ ನಮ್ಮ ಹತ್ರ ಕೇಳುವಂತ ಪ್ರಶ್ನೆ ಏನಿಲ್ಲ, ನಮ್ಗೆ ಉಂಟು. ಈಗ ಈ ಜಾಗ, ಈ ಆಸ್ತಿ, ಈ ಭೂಮಿ ಇದ್ಯಾವುದು ಈ ಊರಿನವರದಲ್ಲ. ಆಯ್ತು ಮಾರ, ನಿಮ್ಮದಲ್ಲ, ನನ್ನದು. ಇದನ್ನ ನೀನ್ ನನಗೆ ಹಿಂತಿರುಗಿಸಿ ಕೊಡ್ಬೇಕು. ಬಹಳ ಒಳ್ಳೆ ಪ್ರಾರ್ಥನೆ ಗೊತ್ತಿನಾರೆ. ನಿಮ್ಮ ಜಾಗ ನಾನು ಹಿಂದಿರಿಸಿ ಕೊಡ್ತೇನೆ, ಊರವರ ಜಾಗವನ್ನು ನಾನು ನಿಮ್ಗೆ ಹಿಂದಿರಿಸಿ ಕೊಡ್ತೇನೆ. ಆದ್ರೆ ನಾನಿಲ್ಲಿವರೆಗೆ ನಿಮಗೆ ಕೊಟ್ಟಂತ ನೆಮ್ಮದಿಯನ್ನ ನೀವು ಹಿಂತಿರಿಸಿ ಕೊಡ್ಬೋದಾ ಗೊತ್ತಿನಾರೆ? ಈಗ ನಿಂಗೆ ಕೊಡಿಸ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ವಾ? ತೊಂದ್ರೆ ಇಲ್ಲ, ಇದರ ತೀರ್ಮಾನ ಎಲ್ಲಿ ಆಗ್ಬೇಕು ಅಲ್ಲಿ ಮಾಡಿಸ್ಕೊಳ್ತೇನೆ ನಾನು. ಕೋರ್ಟಿಗೆ ಹೋಗ್ತಿ, ಆದ್ರೆ ನಿನ್ನ ತೀರ್ಮಾನ ಮೆಟ್ಲಲ್ಲಿ ನಾನು ಮಾಡ್ತೀನಿ. ಕಾಡು ಕತ್ತಲಾಗಿ ನಾಡು ಬೆಳಕಾಗುವಂತ ಹೊತ್ತು ಮುತ್ತಿನಾರ. കാന്താര സിനിമയിലെ ഒരു പ്രധാന ഭാഗമാണ്. ഇപ്പോൾ കാന്താര സിനിമയെക്കുറിച്ച് കുറേയധികം ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴാണ് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സിനിമയുണ്ട്, ദി ഗോസ്റ്റ് ഹൗസ്. അപ്പോൾ ആ സിനിമയുടെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംഭവവികാസങ്ങൾ നടന്നു എന്ന് അന്നത്തെ പത്രമാധ്യമങ്ങളിലും അല്ലെങ്കിൽ ചലച്ചിത്ര മാസികകളിലും ഒക്കെ വായിച്ചിരുന്നു. അന്ന് ഇത്രയും ഇതായിട്ട് സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അപ്പോൾ അവിടെ പലവിധ അമാനുഷികമായ കാര്യങ്ങൾ നടന്നുവെന്നും അത് പലരുടെയും തോന്നലുകളാണെന്നും ചിലർ അവിടെ ഉപയോഗിച്ച ചില എന്താ പറയുന്നത്, ചില സാധന സാമഗ്രികൾ, ചില രൂപങ്ങളോ ചില ഇതൊക്കെ ചോദിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്നൊക്കെ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും വലിയ അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ താന്ത്രികമായ വിധികളിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതല്ലാണ്ട് ഇങ്ങനെ ഒരു ഉപയോഗിക്കുന്ന ടൂൾസിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്നാണ്, ആ പ്രോപ്പർട്ടിയിൽ ഇങ്ങനത്തെ എനർജീസ് കണക്ഷൻ ഉണ്ടാകുമെന്നൊക്കെ എനിക്കന്ന് ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോൾ ഇതിലൊക്കെ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ കാന്താര സിനിമ ഭാഗം 2ന്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം ഇതിലെ പ്രധാന കഥാപാത്രം പഞ്ചുരുളി എന്ന് പറഞ്ഞാൽ ദേവിയാണ്. പക്ഷേ ഈ ദേവിയുടെ ഭൂതഗണത്തിൽപ്പെട്ട ഗുളികൻ, അതാണ് പ്രശ്നക്കാർ. അപ്പോൾ ഇത് അവർ ദൈവികമായ അനുഷ്ഠാനങ്ങളോടെയാണ് അത് ചെയ്യണമെന്നൊക്കെ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് അങ്ങനെയാണെന്നൊക്കെ നമ്മൾ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നത് നമുക്ക് വെറുതെ ഞാനിങ്ങനെ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. കാര്യം ഇത് എവിടെയോ നടന്ന കഥയാണ്, പൂർണ്ണമായിട്ടും സാങ്കല്പികമല്ല. പക്ഷേ അതിൽ സിനിമയുടെ കുറേ ഭാവുകത്വങ്ങൾ നിറച്ച് കാണും. പക്ഷേ ഈ സംഭവങ്ങൾ പലയിടത്തും നടക്കുന്നതാണ്. അതിൽ ആ പഞ്ചുരുളി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വസ്തു ഞാൻ തിരിച്ചു തരാം, പക്ഷേ ഞാൻ തന്ന നിമ്മതി സമാധാനം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ 2ാമത്തെ തലമുറയിലെ ആളാ മറ്റാണ് ഇത് ചെന്ന് ചോദിക്കണം. അച്ഛൻ അപ്പൂപ്പനെ കൊടുത്ത് കൊച്ചുമോനോ മറ്റാണ് ചോദിക്കണം. അപ്പോൾ ആ ദേവി ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് തരാൻ പറ്റുമോ, ഞാൻ നിങ്ങൾക്ക് തന്ന സമാധാനം തിരിച്ചു തരാൻ പറ്റുമോ, നിങ്ങൾ തന്ന അന്ന് പറഞ്ഞതനുസരിച്ച് എൻ്റെ ശബ്ദം പോകുന്ന അവിടം വരെയുള്ള ആ ഭൂമി അവിടെയുള്ള ആദിവാസികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ വന മേഖലയിൽ താമസിക്കുന്നവർക്ക് കൊടുക്കണമെന്നുള്ള വാഗ്ദാനത്തിൻ്റെ പുറത്താണ് ആ ദേവിയുടെ ചൈതന്യം ആ നാട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഇന്നത്തെ കാലത്തും ഇതുമൊക്കെ നടക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്തും പല വിധത്തിൽ ഇപ്പോൾ പല വിധത്തിലുള്ള വനവിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വനവിഭവങ്ങൾ, ഇപ്പോൾ പഞ്ചുരുളി എന്ന് പറഞ്ഞാൽ അത് വനദേവതയാണെന്ന് നമുക്ക് പറയാം. വനദേവത, ആ വനദേവതയുടെ പ്രൊട്ടക്ഷനിലാണ് വനം കംപ്ലീറ്റ് ഉള്ളത്. അവിടെ എന്തൊക്കെ കാര്യങ്ങളിൽ ആധുനിക യന്ത്രസാമഗ്രികളുടെ ഇതിലൂടെ മനുഷ്യൻ ചെയ്താലും അതിൻ്റെതായ രീതിയിൽ തിരിച്ചടി കൊടുക്കാൻ, കാർമിക് ഡെപ്സ് വരുത്താൻ ഈ വനദേവത എന്ന് പറയുന്ന ശക്തിക്ക് കഴിയും. കേരളം കംപ്ലീറ്റ് വനദേവതയുടെ അധീനതയിലാണ്. കേരളം കംപ്ലീറ്റ് വനവിഭവങ്ങളുടെ നാടാണ്. അപ്പോൾ പല കാര്യങ്ങൾ. അപ്പോൾ ഈ കാന്താര എന്തുകൊണ്ട് ഈ 2ാമത് ഷൂട്ടിങ് മുടങ്ങുന്നു നമുക്ക് നോക്കാം. ആ ഗുളികൻ എന്നുള്ള കഥാപാത്രം അത് ഫസ്റ്റ് ഇതിൽ വളരെ നന്നായിട്ട് എടുത്തു ഇത് ചെയ്തു. ഒരു പക്ഷേ ആ സിനിമ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഈ സിനിമ കാണാൻ പോയത് എനിക്ക് തോന്നുന്നു പാലക്കാട് വെച്ചാണ് ഈ സിനിമ കാണുന്നതെന്ന് തോന്നുന്നു. റിട്ടയർ ആകുന്ന സമയത്ത് പാലക്കാട് വെച്ചാണ്, അത് തിരിച്ചു വന്നതിന് ശേഷമാണെന്നറിയില്ല.
തിയേറ്ററിൽ വെച്ച് എൻ്റെ മൊബൈലിൻ്റെ നമ്മൾ സ്ക്രീൻ ഗാർഡ് വെക്കുമല്ലോ, സ്ക്രീൻ ഗാർഡിൽ വിള്ളൽ വീണു. അതിനകത്തെ ആ സൗണ്ടിൻ്റെ ഇതൊക്കെ ആയിരിക്കും. അതുപോലുള്ള തിയേറ്ററിലായിരിക്കും പോയത്. പാലക്കാടാണോ കണ്ടത്, അതായത് എറണാകുളത്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആ ഒരു ഇത് അനുഭവം വന്ന കാര്യം അത്രയ്ക്ക് വലിയ സൗണ്ടും അതും ഇതൊക്കെയാണ്. അതിൻ്റെ എനർജി വേവ്സ്, ഈ സൗണ്ടിൽ എനർജി വേവ്സ് ഉണ്ട്. അപ്പം ആ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കി ആ ഒരു സിനിമ നാനാ ദേശങ്ങളിൽ, നാനാ ഗ്രാമങ്ങളിൽ കളിച്ച് അതിൻ്റെ ആ വേവ് ലെങ്ത്, ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി ആയിട്ടുള്ള കുറേ എനർജീസ് ആക്റ്റീവായിട്ടുണ്ടാവും. ഇത് ഷൂട്ടിംഗ് നടക്കുന്നിടത്തും ആക്റ്റീവായി കാണാം. അവയെ തൃപ്തിപ്പെടുത്താണ്ട് ഈ കാര്യങ്ങൾ ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് അതായിരിക്കാം കാരണമെന്ന് തോന്നുന്നു. എൻ്റെ ഞാൻ ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാര്യം ഇത് ശരിക്ക് ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള സാധാരണ ജനങ്ങളുണ്ട്. ഈ കഥ നടക്കുന്നിടത്തെ ആ വനവാസി സമൂഹം, അവരെ വേണ്ട വിധത്തിൽ പരിഗണിക്കാണ്ട് അവർക്ക് വേണ്ട ആ ആദ്യത്തെ സിനിമയുടെ ആ ലാഭവിഹിതത്തിൻ്റെ എവിടെയാണോ, ഏത് വന മേഖലയിലെ കഥയാണോ പറഞ്ഞത്, അവിടെ എന്താണെന്ന് വെച്ചാൽ അതിലുള്ള പ്രായശ്ചിത്തം ചെയ്താലേ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ തോന്നലുകളായിരിക്കാം. കാര്യം സെക്കൻഡ് ഇതിൽ മൂകാംബിക വനപ്രദേശങ്ങളിലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എന്ന് കേട്ടു. കാര്യം വനദേവതയാണ് ഈ പഞ്ചുരുളി എന്ന് പറഞ്ഞാൽ, വനദേവതയായിട്ട്, വനത്തിൻ്റെ കാവലാൾ വനദേവതയാണ് നമ്മുടെ ഇതനുസരിച്ച്. അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. കാര്യമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് തന്നെയാണ് ഓരോ കുടുംബങ്ങളിലെ കാവുകളും അല്ലെങ്കിൽ പരദേവതാ ക്ഷേത്രങ്ങളും ഒക്കെ നശിപ്പിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് വേറെ എടുത്ത് കൊണ്ടേ വെക്കുമ്പോൾ അവർ ചോദിക്കുന്നത്, ഇത്രയും തലമുറകൾക്ക് ഞങ്ങൾ തന്ന സമാധാനം, സന്തോഷം, സമൃദ്ധി ഞങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അനുഭവങ്ങളായിട്ട് ഓരോ കുടുംബങ്ങളിലും വരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ എൻ്റെ പ്രാർത്ഥനയുടെ, ഉപാസനയുടെ, മെഡിറ്റേഷൻ്റെ പുണ്യം എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പറഞ്ഞ് പങ്കുവെച്ച് നൽകിക്കൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.